പണ്ട് 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 ഒരുപാട് നാളുകൾക്ക് മുമ്പ് എനിക്കൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. ആ പൂച്ചക്കുട്ടിയുടെ ഓർമ്മകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അന്ന് ഞാനും എൻ്റെ അമ്മയും അച്ഛനും അടങ്ങുന്ന ഒരു നല്ല സന്തോഷമുള്ള ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. അങ്ങനെ ജീവിച്ചു വരുന്ന സമയത്ത് ഒരു മഴക്കാലത്താണ് എനിക്ക് നമ്മുടെ സ്വന്തം കിങ്ങിണീനെ കിട്ടിയത്. അപ്പോൾ ഈ കിങ്ങിണിയുടെ അമ്മയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ മിക്കവാറും വരും. ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്കൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കിങ്ങിണിയുടെ അമ്മ അവളെ പ്രസവിച്ചിട്ട് പിന്നെ കിങ്ങിണിയുടെ അമ്മേനെ കണ്ടിട്ടില്ല. എന്ത് പറ്റിയെന്നറിയില്ല. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീട്ടിൽ തന്നെ സുരക്ഷിതമായി അവളെ ഏൽപ്പിച്ചിട്ട് അവളുടെ അമ്മ എങ്ങോട്ടോ പോയി. അന്ന് മുതൽ അവൾ ഞങ്ങളുടെ സ്വന്തമായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ എവിടെ കളിക്കാൻ പോകുമ്പോഴും എവിടെ എന്ത് ചെയ്യുമ്പോഴും കിങ്ങിണി എൻ്റെ കൂടെ കളിക്കാനും കൂടും. അതുപോലെ തന്നെ അവൾ ഇങ്ങനെ കൂട്ടായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. നമ്മൾ കളിക്കണതും നമ്മുടെ കളികളും ഒക്കെ നോക്കി അവളുടെ സ്ഥിരം സാന്നിധ്യം ഞാൻ എവിടെ പോയാലും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഒരു ദിവസം പതിവ് പോലെ സ്കൂളിലോട്ട് പോയി. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പോലും എനിക്ക് പലപ്പോഴും അവളുടെ ഓർമ്മയാണ് കേട്ടോ. അവളുടെ കളിയും തമാശയും. നല്ല സുന്ദരിയായിട്ടുള്ള പൂച്ചയായിരുന്നു കിങ്ങിണി. സ്കൂളിൽ പോയിട്ട് ഞാൻ തിരിച്ചൊരു ദിവസം വന്നപ്പോൾ കിങ്ങിണീനെ കാണുന്നില്ല. അപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു. അയ്യോ, എന്നാലും എൻ്റെ കിങ്ങിണിക്ക് എന്ത് പറ്റിയെന്നോർത്ത് ഞാനിങ്ങനെ എല്ലായിടവും അന്വേഷിച്ചു. പക്ഷേ ഒരു വിവരവും ഇല്ല കിങ്ങിണിയുടെ. പിറ്റേ ദിവസം ഞാൻ പതിവ് പോലെ തന്നെ സ്കൂളിലോട്ട് പോയി. സ്കൂളിൽ ചെന്നപ്പോഴും എനിക്ക് ആകെ വിഷമമായിരുന്നു. ഞാൻ അവളെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമിച്ചു. എന്നാലും എൻ്റെ കിങ്ങിണി പൂച്ച, എൻ്റെ സുന്ദരി പൂച്ച, നല്ല ഭംഗിയാണ് അവളെ കാണാനായിട്ട്. എവിടെ പോയി എന്ന് എനിക്കറിയാതെ എനിക്ക് പഠിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ ഞങ്ങളുടെ വീടിൻ്റെ ആ ഭാഗത്തൂടെ ഇങ്ങനെ പോയി. എന്നെ കണ്ടിട്ടും അവൾക്കൊരു ഓർമ്മയില്ല. അവൾ അങ്ങനെ അങ്ങോട്ട് പോയി. ഒരു കാടിൻ്റെ ഭാഗത്തായിട്ട് ഒരു മരത്തിൻ്റെയൊക്കെ കാട് പിടിച്ച സ്ഥലത്തുമായിട്ട് അവൾ അവിടെ കിടന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവൾക്ക് എന്തോ ഒരു വയ്യായികയുണ്ടെന്ന്. എന്നാൽ അവൾ തീരെ അവശയാണ്. അപ്പോൾ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് അവൾക്ക് വേണ്ട മരുന്ന് ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് അവൾക്ക് വേണ്ട മരുന്നുകൾ വാങ്ങിച്ചു കൊടുത്തു. എങ്ങനെയൊക്കെയോ കൊടുത്തു. ഞാൻ രാത്രിയൊക്കെ അവളുടെ കൂടെ നമ്മൾ ഒരു വലിയ ആളെ ഹോസ്പിറ്റലിൽ നമ്മുടെ ഫാമിലിയിലെ ഒരാളെ എങ്ങനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നോക്കൂ, അതുപോലെ ഞാൻ അവളുടെ കൂടെ ഇരുന്ന് നോക്കി. പക്ഷെ അവൾ വെള്ളം കുടിക്കുന്നുണ്ടായില്ല. അവൾ ആകെ അവശതയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് പിറ്റേ ദിവസമായപ്പോൾ ഞാൻ മയങ്ങി. അങ്ങനെ അന്നത്തെ രാത്രി കഴിച്ചു കൂട്ടി. പിറ്റേ ദിവസമായപ്പോൾ അവൾ ആ ഒരു കിടപ്പിൽ തന്നെ അവൾ പിന്നെ എഴുന്നേറ്റിട്ടില്ല. അവൾ ഞങ്ങളെ വിട്ടുപോയി. ആ വിഷമം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരുപാട്, അന്ന് എനിക്കത് സഹിക്കാൻ പറ്റുന്ന, നമ്മുടെ വീട്ടിലൊരാൾ പോയ അതേ ഒരു വിഷമമായിരുന്നു. അന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ പിറന്നാളായിരുന്നു. പക്ഷെ അന്നത്തെ പിറന്നാൾ എനിക്ക് തീരെ രസമുള്ളതായിരുന്നില്ല. ഞാൻ ഒരുപാട് കരഞ്ഞു. എല്ലാ ഭക്ഷണവും ഉപേക്ഷിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഒരു വളർത്തു മൃഗങ്ങളെയും ഞാൻ വളർത്താറില്ല. ഒരു പട്ടിക്കുട്ടി ആയിക്കോട്ടെ, പൂച്ചക്കുട്ടി ആയിക്കോട്ടെ. പിന്നീട് പലതവണയും പൂച്ചകളെ ഇതുപോലെ പ്രസവിച്ച് വീണ്ടും അവിടെയൊക്കെ പൂച്ചകളെ കാണാറുണ്ട്. പക്ഷെ ഞാൻ വളർത്താറില്ല, കൊണ്ടുവരാറില്ല. കാരണം നമ്മൾ ഇവരെയൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ ഇവർ വിട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമം അത് ശരിക്കും അവരെ സ്നേഹിച്ച് വളർത്തുന്നവർക്ക് മനസ്സിലാവും. അത്രയധികം താങ്ങാനാവാത്ത ഒരു വിഷമാണത്. നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് നമ്മൾ ഇവരെ സ്നേഹിക്കുക. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് കഥയായിട്ട് ഞാൻ പിന്നെ എൻ്റെ ഒരു അനുഭവ കഥയായിട്ട് ഞാൻ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.